അന്നേരം അദ്ദേഹം അവനും അവന്റെ ഭാര്യയും കൂടെ വന്ന് ആളിനോട് ചോദിച്ചപ്പോ പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരാളെ ഇഷ്ടവാ. കുറ്റിയിട്ടിട്ട് എനിക്ക് ബാത്റൂമിൽ പോകേണ്ട സമയത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴായിരിക്കും ഏട്ടൻ നമ്മളോട് പറയുന്നത്, കണ്ടോ നമ്മള് സംസാരിക്കുന്നത് കേൾക്കാൻ ഇറങ്ങി വരുവാന്ന്. പിന്നെ ഞാൻ പോയി കിടക്കും. ഞാൻ കിങ്ങിണിയോടെ സംസാരിച്ചെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്റെ ഹൃദയം പൊട്ടുന്ന വാക്കുകളായിരുന്നു. ഏതവളായാലും അവളെ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചേക്കള് ചെയ്തു തരണം. എന്റെ ജീവിതം നശിപ്പിച്ച് ഇത്രയും ദിവസം ഞാൻ ഇതിനകത്ത് കണ്ണീര് കുടിച്ച് അദ്ദേഹത്തിന്റെ പേര് കളയരുതെന്ന് പറഞ്ഞു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓച്ചിറയിൽ പരബ്രഹ്മ ഹോസ്പിറ്റലിന് സമീപം ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്ന ഒരു തൊഴിലാളി ശ്രീ മനോജ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോടൊപ്പമാണ് ഞാൻ ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നും എന്താണ് പറയാനുള്ളതെന്നും നമുക്ക് ചോദിക്കാം. നമസ്കാരം. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത്? അന്ന് രാത്രി കുറച്ച് ദിവസം കൊണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞേട്ടനാ, പിന്നെ എനിക്ക് നിന്നെ ഭാര്യയായിട്ട് കാണാൻ പറ്റത്തില്ല, എനിക്ക് ഒരാളെ ഇഷ്ടമാന്ന് പറഞ്ഞു. എത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു കാര്യം പറയുന്നത്? അങ്ങോട്ട് സ്കൂള് തുറന്ന ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 17 വർഷം. 17 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇപ്പോഴാണോ, ഈ ഒരാഴ്ച മുമ്പാണോ ഇങ്ങനൊരു കാര്യം പറയുന്നത്? അതെ, അതുവരെ എന്നെ പൊന്നുപോലെ സ്നേഹിച്ചതാ, എന്നെ നല്ലതായിട്ട് നോക്കിയ ആളായിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് ഒരു വ്യത്യാസം വന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അന്നേരം ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിന്നെ ഭാര്യയായിട്ട് കാണാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു എന്തായിട്ടാ അങ്ങനെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എനിക്ക് ഒരാളെ ഇഷ്ടവാ എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ചെലവിന് തരാം, പക്ഷെ ഞാൻ ഇനി കൂടെ കഴിയുന്നത് അവളോടാന്ന് പറഞ്ഞു. ആളിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ആരാണെന്ന്? പേര് പറഞ്ഞില്ല. അന്നേരം പേര് പറഞ്ഞില്ല, പേരും അറിയത്തില്ല, നമ്പരും എനിക്കറിയത്തില്ല. ആരാണെന്ന് ചോദിച്ചായിരുന്നു? ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇത് എൻ്റെ അനിയനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹോദരന്. അന്നേരം അദ്ദേഹം അവനും അവന്റെ ഭാര്യയും കൂടെ വന്ന് ആളിനോട് ചോദിച്ചപ്പോ പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരാളെ ഇഷ്ടവാ എന്നും പറഞ്ഞ് സംസാരിച്ചിരുന്നിട്ട് ആളങ്ങ് പോവുകയും ചെയ്തു. അല്ല, ഇത് ഈ സംസാരിച്ചിട്ട് ഈ രാത്രിയില് അന്ന് പോകുന്നത് എന്താണ് സംഭവിച്ചത്? അന്നത്തെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? അന്നത്തെ രാത്രി എന്നും ഇവര് എന്നോട് പറഞ്ഞിടം തൊട്ട് പിന്നെ അങ്ങ് ഓപ്പൺ ആയിട്ടാ സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കേൾക്കെ തന്നെ ഫോണിൽ കൂടെ സംസാരിക്കും. നമ്മൾ കേൾക്കെ തന്നെ ഫോണിൽ കൂടെ സംസാരിക്കും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമ്പം പറയാം, കണ്ടോ നമ്മൾ സംസാരിക്കുന്നത് കാണാൻ ആള് വന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയി കിടക്കും. ഭാര്യയാണ്, താങ്കളുടെ ഭാര്യയാണെന്നുള്ള രീതിയിൽ മുന്നിൽ വെച്ച് ഒരു അപമാനിക്കുന്ന രീതിയിൽ മറ്റൊരു സ്ത്രീയായിട്ട് സംസാരിക്കണം. അത് ഏട്ടനെ അവള് പറഞ്ഞ്, ആരായാലും എനിക്കറിയത്തില്ല, അവള് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. എന്തുവാ നിങ്ങൾ സംസാരിക്കുവാന്നോ അവിടെ? ഇന്നലെ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അവളുമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അന്നേരം ഇതെനിക്ക് സഹിക്കാൻ വയ്യാതെ ഇത്രയും ദിവസം ഞാൻ എൻ്റെ ഭർത്താവ് വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ കതവിന് കുറ്റിയിടാൻ തുടങ്ങി. കുറ്റിയിട്ടിട്ട് എനിക്ക് ബാത്റൂമിൽ പോകേണ്ട സമയത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴായിരിക്കും ഏട്ടൻ നമ്മളോട് പറയുന്നത്, കണ്ടോ നമ്മള് സംസാരിക്കുന്നത് കേൾക്കാൻ ഇറങ്ങി വരുവാന്ന്. പിന്നെ ഞാൻ പോയി കിടക്കും. അങ്ങനെ ദിവസം പിന്നെ അങ്ങ് വലുതായിട്ടായി സംസാരം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ സംസാരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ പോയിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരും. വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങി പോകും. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിപ്പോകും. അന്നേരം ഞാനും വിചാരിച്ചു, ഇതെന്തായിരിക്കും, നമുക്കിപ്പോൾ ആരോടും പറയാനൊക്കത്തില്ലല്ലോ. ഏട്ടനാണെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അന്നേരം ഞാൻ അദ്ദേഹത്തെ കളങ്കപ്പെടുത്തരുതല്ലോ എന്നും പറഞ്ഞ് എൻ്റെ അനിയനോട് മാത്രമേ ഞാനിത് പറഞ്ഞോളൂ. എങ്ങനെങ്കിലും ദൈവത്തിനെ വിളിച്ച് എൻ്റെ കണ്ണീര് കണ്ട് എൻ്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരുമെന്നും പറഞ്ഞ് ഞാനിരുന്ന്. പക്ഷേ ഓരോ ദിവസം തോറും വിളി കൂടുതലാവത്തതേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾക്കൊരു തത്തയുണ്ട്, അതിനെ കിങ്ങിണിന്നാ ഏട്ടൻ വിളിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഏട്ടനാണെങ്കിൽ കിങ്ങിണി വല്ലതും തിന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് സംസാരിച്ചോണ്ടിരിക്കല്ലേ ചോദിക്കുന്നത്, പിന്നെ വഴക്കായി. അന്നേരം ഞാൻ കേൾക്കുന്നുണ്ട് ഇതുപോലെ, പിന്നെ നിങ്ങൾ അവളോട് ചോദിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം എനിക്ക് അവര് പറയുന്നത് കേൾക്കാൻ വയ്യ, ഏട്ടൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ വന്നോളൂ. പറയുന്നുണ്ട് ഞാൻ കിങ്ങിണിയോടാ സംസാരിച്ചത്, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, അവളോട് സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ 3-4 ദോശ കൊണ്ടുവന്നതാ അവക്ക് ഞാൻ കൊടുക്കുന്നത്, ഞാൻ കിങ്ങിണിയോടാ സംസാരിച്ചതെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്റെ ഹൃദയം പൊട്ടുന്ന വാക്കുകളായിരുന്നു. ഏതവളായാലും അവളെ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചേക്കള് ചെയ്തു തരണം. എന്റെ ജീവിതം നശിപ്പിച്ച് ഇത്രയും ദിവസം ഞാൻ ഇതിനകത്ത് കണ്ണീര് കുടിച്ച് അദ്ദേഹത്തിന്റെ പേര് കളയരുതെന്ന് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഘട്ടത്തിലായപ്പോ അവളോടുള്ള ദേഷ്യത്തിനാണോ എന്തോ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ദിവസം മരിക്കുന്നതിൻ്റെ അന്ന് ഒരു ദിവസത്തെ ഞാൻ പറയാം, എനിക്ക് ഒത്തിരി ആയതുകൊണ്ട് തലയ്ക്ക് കിട്ടുന്നില്ല, ആ വേദന ഉള്ളതുകൊണ്ട്. അന്നത്തെ ദിവസം ഏട്ടൻ ഇവിടെ വന്ന് സംസാരിച്ച്
പിന്നെ ആഹാരം കൊണ്ടുവന്ന് വേറെ കഴിക്കുക. അന്ന് തൊട്ട് എന്റെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിക്കത്തില്ലായിരുന്നു. ഉം. അന്ന് എത്ര ആഴ്ചയായിട്ട് അങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നു? ആഹാരം ഈ ആദ്യത്തെ ഈ പറഞ്ഞ ദിവസം തൊട്ട് കഴിക്കുന്നില്ല. ഉം. അന്ന് തൊട്ട് പറഞ്ഞ് നിനക്ക് പിന്നെ നീ വെച്ച് കഴിച്ചോണം. അങ്ങനെ മീന് പൈസയും തരും, പാലിന് പൈസയും തരും. ആ. അല്ലാതെ നമുക്ക് പിരിവുകാർക്ക് കൊടുക്കാനുള്ള അല്ല, ഈ പൈസ വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഒരു ജോലിക്കും പോയിട്ടില്ല. എന്തെങ്കിലും ജോലിക്ക് പറഞ്ഞു വിടി അങ്ങനൊന്നും ചെയ്യത്തില്ല, വീട്ടിലെ കാര്യം എല്ലാം നോക്കും? എല്ലാ വീട്ടിലെ കാര്യം എല്ലാം നോക്കും. എനിക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അല്ല, ജീവിതം എങ്ങനെ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ തന്നെ ആയിരുന്നു ഇത്രയും നാൾ ജീവിച്ചത്? പിന്നെ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ എനിക്ക് വെറുക്കാൻ പറ്റാതെ ഞാൻ ആരോടും പറയാതെ അദ്ദേഹം പോയാലും ഇനി വരും വരും എന്നുള്ള രീതിയിൽ നിന്ന് എന്നെ പൊന്നു പോലെ നോക്കിയത് എവിടെ ഞാൻ പറയാം. പക്ഷെ ഇത്ര ദിവസത്തെ ഒരു വ്യത്യാസത്തിൽ എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? സംഭവം അവരുമായിട്ട് വിളിക്കാൻ കൊണ്ട് അവരുമായിട്ടുള്ള ഇഷ്ടമായിരിക്കും എന്തോ. എന്നോട് പറഞ്ഞ ആ ദിവസം തൊട്ട് പിന്നെ എന്നെ മൈൻഡേ ചെയ്യാറില്ല. അങ്ങനെ അന്ന് രാത്രിയില് ഏട്ടൻ അവളോട് കാര്യം പറഞ്ഞ് മരിക്കുന്നതിന്റെ അന്ന് ദിവസം കാര്യം പറഞ്ഞ് അങ്ങ് ഉറങ്ങി. ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കും. വന്ന് നോക്കിയപ്പോ ഹെഡ്സെറ്റ് 2 റൂമിലായിട്ടാണോ പിന്നെ കിടത്താം? 2 റൂമിലായിട്ട് ഈ ഒരാഴ്ചയായിട്ടാണ് 2 റൂമിലാകുന്നത്? അതെ 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 ഈ ഹാളിയിലാ വന്ന് കിടക്കുന്നത്. ആ. എന്നിട്ട് പുള്ളിക്കാരൻ ഞാൻ നോക്കിയപ്പോ ഇതുപോലെ ബ്ലൂടൂത്ത് ചെവിയിൽ ഇരിപ്പുണ്ട്, ആ. ഫോണാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ നോക്കി ഇന്ന് കാര്യം പറഞ്ഞ് തീർന്നല്ലോ എന്നും പറഞ്ഞ് ലൈറ്റ് അണച്ചിട്ട് പോയി കിടന്ന്. ഒരു 2 മണി കഴിഞ്ഞ് കാണും. കാരണം നമ്മൾ എപ്പോഴും നോക്കിയാലും സമയം ഇങ്ങനെ ഫോണിനകത്തൂടെ നോക്കും. കാരണം ഇദ്ദേഹം ഇടയ്ക്ക് ഇറങ്ങി പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ട്. ഈ രാത്രിയിൽ ഇറങ്ങി എവിടെ പോകുന്നു? ജോലിക്കായിട്ട് പോകുന്നതാണോ വേറെ എന്തെങ്കിലും എടുത്ത് പോവുകയാണോ? അല്ല, കാര്യം പറയാൻ പോകുന്നതാ. വെളിയിൽ എവിടെയെങ്കിലും പോയി ഫോൺ ചെയ്യാൻ പോകുന്നു? ഫോൺ ചെയ്യാൻ പോകുന്നതായിരിക്കും. പിന്നെ ബൈക്കിലല്ലേ ഈ പോകുന്നത്. ഫോൺ പിന്നെ എടുത്ത് വെച്ച് നോക്കാറുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും എന്താണ് സംസാരിക്കുന്നതെന്നോ ആരോട് അങ്ങനെ സംശയം പിന്നെ വരികയാണോ ചെയ്തോ? എനിക്ക് സംശയം അന്ന് പറഞ്ഞിടം തൊട്ട് പിന്നെ നമ്മൾ ഫോൺ താഴെ വെക്കത്തില്ല ഏട്ടന്. പിന്നെ അന്നേരം നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുമല്ലോ ലോക്ക് വരെ മാറ്റിയെന്നുള്ളത്. അന്നേരം ഫോൺ എടുക്കത്തില്ല. ബാത്റൂമിൽ കയറിയാലും ഫോൺ നേർക്കെ വെച്ചിട്ട് കയറത്തുള്ളൂ. എന്നിട്ട് പകുതി വെള്ളം ഒഴിച്ചിട്ട് ബെല്ല് വരുന്നു എന്ന് നോക്ക്. കാരണം എപ്പോഴും അവള് വിളിക്കുമല്ലോ, അതായിരിക്കും ഒരു പക്ഷേ. എന്നിട്ട് അന്ന് രാത്രി ഒരു 2 മണി ആയപ്പം ഞാൻ ഉണർന്നപ്പോ ഭയങ്കര ചീത്ത വിളി കേൾക്കുന്നു. അന്നേരം ഇല്ല, ഞാൻ പോയിട്ടില്ലടി, ഞാൻ അവിടെ മുറി കയറിയിട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയതാ. അപ്പം ഭാര്യയുമായിട്ട് ഒരുമിച്ച് കഴിയുന്നോ ഇല്ലയോ എന്ന് വരെ ആ സ്ത്രീ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അന്ന് അവരോട് പറഞ്ഞു. എനിക്കിപ്പോ അതൊക്കെ എങ്ങനെ ഞാൻ പറയുന്നത്? എന്റെ അച്ഛനും അമ്മ എല്ലാരും ഇരിക്കുന്നുണ്ട്. ഞാനെന്തിനേക്കലും അവളോട് അതുവരെ പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ഈ വിഷം മേടിച്ചോണ്ട് വെച്ചിരിക്കുന്ന കണ്ടോ? വല്ല തെങ്ങിനോ ഒക്കെ കഴിക്കും അങ്ങനെയുള്ള വിഷമല്ലേ കൊണ്ടുവന്നത്? ഇല്ല, അതാ വിഷമായിട്ടല്ല അത് പറഞ്ഞത്. ഇതാണെങ്കിൽ ഞാൻ അതിനകത്ത് ഇന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഇവക്ക് സംശയം വന്ന് പിന്നെ എന്റെ കൂടെ കയറി കിടന്നെന്ന് പറഞ്ഞ് മുറിക്കകത്ത്. അന്നേരം പറഞ്ഞു നീ നോക്കി. സ്വന്തം ഭാര്യയോട് ഭർത്താവ് കിടക്കുന്നത് മന്യസ്ത്രീക്കാണോ പ്രശ്നം? അത് ഞാൻ അതിനോട്ട് കേൾക്കുവന്നു. എടി ഞാൻ കിടന്നില്ലടി, ഞാൻ കയറിയിട്ടില്ല, ആ മുറിക്കകത്ത് ഞാൻ കയറിയിട്ടില്ല. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, നീ വീഡിയോ കോളി വാ. അപ്പോഴത്തേന് വീഡിയോ കോൾ വന്നു കഴിഞ്ഞ്. അന്നേരം എനിക്ക് മുറിക്കകത്ത് നിന്ന് കാണാമല്ലോ. അന്നേരം നമ്മുടെ വാതൊക്കെ വന്നിട്ട് പുള്ളിക്കാരൻ കഥവ് ഇങ്ങനെ തെളിഞ്ഞ ആ ഒരു രീതി, കാരണം കുറ്റിയിട്ടുണ്ടല്ലേ കിടക്കുന്നത്. കാരണം എനിക്ക് ഭയം കൂടെ ആയിപ്പോയി. കാരണം ഇവളെന്തേലും പറഞ്ഞ് എന്നെ, കാരണം ഞാൻ അന്ന് കഞ്ഞിയും വെള്ളം പോലും കുടിക്കത്തില്ല ഏട്ടൻ പറഞ്ഞ അന്ന് തൊട്ട്. അന്നേരം എന്നെ പിന്നെ ഒന്ന് ചുറ്റി അടിക്കാനേ ഉള്ളൂ. ഭർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ നമുക്ക് പോലും ഭക്ഷണം ഇറങ്ങുന്നില്ല. അത്രയ്ക്കും ആത്മാർത്ഥ ആ സ്നേഹത്തിന്റെ ഇതായിട്ടാണ്. അത് സ്നേഹത്തിന്റെ ഇതായിട്ട് എനിക്ക് ഭക്ഷണം ഇറങ്ങിയില്ല. എനിക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് 2 കൂട്ടുകാരികൾ പറഞ്ഞു എല്ലാം കഴിക്കണം ചേച്ചി, 3 നിക്കണം. അവര് പോലും കഞ്ഞി വെക്കത്തില്ല, എന്റെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേര്. അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ ഒരു അങ്ങനെ വഴിയില് പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ ഇച്ചിരി കഞ്ഞിയിട്ട് അടിച്ച് ഇച്ചിരി കുടിച്ച്. ഈ രാത്രിയിൽ അന്ന് പോകുന്നില്ലേ, 3:30 ആയപ്പോ പോകുന്നു, അന്നേരം കണ്ടായിരുന്നോ? 3:30 വിളിച്ച് കഴിഞ്ഞപ്പോ കണ്ടു. അന്നേരം ഇത് കുടിക്കുന്നതാണ് കണ്ടായിരുന്നു? കുടിക്കുന്നതല്ല കണ്ടത്. ഇതാണെങ്കിൽ പിന്നെ ഒഴിച്ചു വെച്ച് ഞാൻ പോയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അന്നേരം കണ്ട എന്റെ കയ്യില് വണ്ടി ഒഴിക്കുന്ന എന്തോന്നുണ്ട്, ഇപ്പൊ നിന്നെ കാണിച്ചു തരാം ഞാൻ കേട്ടോ. അവളോട് ഇത് പറയുന്നു? അവളോട് ഇത് പറയുന്നു. അപ്പൊ അവക്ക് കാണിച്ചു കൊടുക്കാന്ന് എന്റെ എന്നിട്ട് ഇതുപോലെ തന്നെ ഇത് വെച്ചിട്ട് പുള്ളിക്കാരനെ ഞാൻ അന്നേരം കഥവ് ഇങ്ങനെ തുറന്നിങ്ങനെ നോക്കിയപ്പോ അന്ന് ഇവളോട് വിളി. ഇത് മദ്യമാണോ ഒഴിച്ചു വെച്ചേക്കുന്നത്, വിഷമാണോ ഒഴിച്ചു വെക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഈ മദ്യത്തിനകത്താണ് ഇത് ഒഴിച്ചിരിക്കുന്നത്. മദ്യമില്ല. അന്നേരം ഞാൻ അവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്ന് കണ്ടു. അന്നേരം ഞാൻ കഴിക്കാൻ പോവാന്ന് ഇങ്ങനെ. ഈ മറ്റേ കുപ്പി അവിടെ ഇരിപ്പില്ലായിരുന്നു, ഈ വിഷത്തിന്റെ കുപ്പി അവിടെ ഇല്ലായിരുന്നു. അന്നേരം നമ്മുടെ കണ്ണി പെടുന്നില്ല. അന്നേരം നമുക്കിത് ഇവര് സംസാരിച്ചു ഏട്ടനും വഴക്കാവോ എന്നുള്ള ഭയത്തെ ഞാൻ നിക്കുക. അന്നേരം ഞാൻ അവിടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ എന്താടി കേറിപ്പോ, നീ എന്തിനാ വന്നേ എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് വന്ന് എന്തിനാന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കയറി കുറ്റിയിട്ട് അങ്ങനെ കുറെ നേരം സംസാരിച്ചിരുന്നു.
സംസാരിച്ചിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ അപ്പൊ ഈ എത്ര മണിയാവും ഈ സ്ത്രീയായിട്ട് സംസാരിച്ചിട്ട് 3 മണിക്ക് കൂടെ അടുപ്പിച്ച് സമയമാവും തോന്നുന്നു. എപ്പോഴും അങ്ങ് സംസാരമാ. ഈ ഇവിടെ രാത്രി ആ സ്ത്രീക്ക് ഉറക്കമൊന്നുമില്ല. ഇല്ല, ഉറക്കമില്ലെന്ന് തോന്നുന്നു, അവൾക്ക് അരിവില്ലെന്ന് തോന്നുന്നു. ആ. എപ്പോഴും സംസാരം 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 അപ്പൊ ഈ സംസാരം. 3 മണിക്ക് ഈ ഇത് കഴിക്കാനുള്ള വാശി അവളോടുള്ള ഒരു വാശിക്കാണോ എതിർത്തത്? അവളോടുള്ള വാശി അതാ. എന്നുവെച്ചാ അവള് നിങ്ങൾ കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും നിലയിൽ കഴിയാൻ അവള് വിളിച്ച് സമയം രാത്രി വരെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയും. നിങ്ങൾ അവിടെ അതിന്റെ ഇച്ചിരി താമസിച്ചപ്പോ, ഫോൺ എടുക്കാൻ താമസിച്ചപ്പോ അവൾക്ക് ഡൗട്ടായി. എന്റെ കൂടെ അപ്പുറത്ത് കട്ടില് വന്നോന്നും ചോദിച്ചാ. ആ. അന്നേരം പ്രശ്നം ആ. അന്നേരം ആയത്. ഉം. അല്ല, വേറെന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ ഇല്ല. ഒന്നുമില്ല? അങ്ങനെ അങ്ങനെയുള്ള ആ ഇടപാടെന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള, നമുക്ക് ഇച്ചിരി ഈ ബാങ്കിന്റെ അത് നിങ്ങൾ കുടുംബപരമായിട്ടുള്ള ഇടപെടലല്ല. അല്ല, അവള് ഇങ്ങനെ പൈസ ചോദിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇത് വന്നില്ലെങ്കിൽ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഇത്ര രൂപ തരണമെന്ന് അങ്ങനെ വല്ല ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്തിരിക്കുമെന്ന് അതേ അറിയാം. പറ്റിയൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങ് ഇത് സ്നേഹം. എനിക്ക് അവള് മതി. ആ. അവള് മതി. ആ. ഇതിന്റെ ഇടയ്ക്ക് ഒരു പണയം വെച്ചായിരുന്നു. ആ. അതിന് എന്നോട് പറഞ്ഞു പെർമിറ്റിന് ഇതിന് വേണ്ടിയാ ഞാൻ 5 രൂപയും കൂടെ എടുക്കുവാന്ന് പറഞ്ഞ്. ആ. ഇപ്പോഴറിയുന്നത് അത് 10 രൂപയും കൂടെ പുതുക്കി എടുത്തിട്ടുണ്ടെന്ന്. ആ. പിന്നല്ലേ എല്ലാരും പറഞ്ഞു അവിടെ കാര്യത്തിന് വേണ്ടി ആ. ഇതൊക്കെ എടുത്തയാണെന്ന്. അവളോട് കടയിൽ എന്തോ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നാണല്ലോ അറിയുന്നത്. ഇപ്പൊ അങ്ങനെ പറയുന്ന ആരാന്നോ എന്തോന്നൊന്നും ഞാൻ കണ്ടില്ല. ആ. ഇവിടെ വന്നിട്ടൊന്നുമില്ല. അങ്ങനെയാണ് രാത്രിയിൽ ഇങ്ങനെ ഇത് മദ്യം കഴിക്കുന്നതാണോ വിചാരിച്ചത്? ഈ കദ്യം കഴിക്കുന്നതാണെന്നാ വിചാരിച്ചത്. അന്നേരം ഇത് ഓയിൽ ഒഴിക്കുമ്പോ നമ്മൾ ഉപയോഗിക്കല്ലോ ഓയില്. അവളെ തമാശ പറഞ്ഞ് തൂപ്പി. അന്നേരം ഞാൻ വന്നപ്പോഴല്ലേ അവളെ തൂപ്പിക്കാന്നാണ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഞാനും കയറി പോയി കുറ്റി അടച്ച്. പിന്നെ ഇച്ചിരിയും കൂടെ കഴിഞ്ഞ് നമ്മുടെ അടുക്കള ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ശബ്ദം കേട്ട് കുറെ നേരം കഴിഞ്ഞ് പിന്നെയും കാര്യം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പോയി. ഇത് കഴിച്ചതിന് ശേഷം ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ അസ്വാഭാവികത വന്ന് അലറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. എന്നും ഇത് പുള്ളിക്കാരനെ പിടിച്ചു കഴിയുമ്പോ സിഗരറ്റ് വലിച്ചു കഴിയുമ്പോ ഒന്ന് ഛർദ്ദിക്കും. അന്നേരം അങ്ങനെ പോയി ഛർദ്ദിച്ച്. അന്നേരം ഞാൻ വിചാരിച്ചു നമുക്ക് സാധാരണ, അപ്പോഴും അവള് വിളിച്ചു. അന്നേരം ഞാൻ എളുപ്പം ഇറങ്ങി വരാം നോക്കാവേ എന്നും പറഞ്ഞു. പേരെങ്കിലും നമുക്കൊന്ന് കണ്ടെങ്കിലല്ലേ ആരോടെങ്കിലും ഇപ്പൊ പറയാനൊക്കത്തോളൂ. അപ്പോഴത്തേക്ക് നേട്ടൻ അവിടെ നിന്ന് വരും. ഛർദ്ദിച്ചെടുത്ത് ഓടി വന്ന് കോളെടുത്ത് പിന്നെ ഇച്ചിരി നേരം സംസാരിച്ച്. പിന്നെ ഞാൻ കയറി കുറ്റി ഇട്ടപ്പോ ചോദിച്ചു ഞാൻ വരണോ വരണോ വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ. അപ്പൊ ഈ കഴിച്ചതിന് ശേഷമാണ് രാത്രി അവള് ഈ മറ്റു സ്ത്രീ വിളിച്ചപ്പോഴാണ് ഇവിടുന്ന് വാഹനം എടുത്തിട്ട് പോകുന്നത്. അവള് വിളിച്ചതാ വാ അതിന് വേട്ടൻ പറയുന്നുണ്ട് വരുന്നില്ല എന്ന് പറയാം. വാ എന്നാ ഞാൻ വരാ എന്ന് പറഞ്ഞ എന്റെ മുറിയുടെ വാതിൽ വന്ന് കൊട്ടി പറഞ്ഞ് എന്റെ മുഖത്ത് പോലും നോക്കാതെ വന്ന് താക്കോലെടുത്ത് ഇറങ്ങി വണ്ടി എടുത്തപ്പോഴും അവൾ ഏതാണ്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം സ്റ്റാർട്ട് ആവുന്നില്ലെന്നും ഏതാണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല കൂളായിട്ടാ പോയെ ഇവിടുന്ന്. അന്നേരം ഞാൻ വിചാരിച്ചു എന്ന് മരുന്ന പോലെ 1.5 മണിക്കൂർ. ഇപ്പൊ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്? അവരെല്ലാം മൊഴിയെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തോ? എല്ലാം മൊഴി കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് വായിച്ചു നോക്കി നമ്മൾ പറഞ്ഞ മൊഴി തന്നെ ആയിരുന്നു അതിനകത്തല്ല? അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഞാനൊന്ന് നോർമലായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഓച്ചിറയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഒരു യുവതിക്കുണ്ടായ വളരെ വേദനയുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. മറുഭാഗത്ത് മറ്റൊരു യുവതിയാണ്. ആ യുവതി എന്താലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ത്രീ കുടുംബമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീ കുടുംബവും നോക്കി സമൂഹമായിട്ട് നല്ല ബന്ധമുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ ഒരു പ്രണയത്തിൽ പെട്ട് ജീവൻ ബലിയർപ്പിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള സമഗ്രമായ അന്വേഷണം ഓച്ചിറ പോലീസിന്റെ ഭാഗത്തു നിന്നും അതിന്റെ വേണ്ട രീതിയിൽ അന്വേഷിച്ച് ഇത്തരം സ്ത്രീകൾ തുനിഞ്ഞിറങ്ങി ഓരോ കുടുംബജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടുന്ന ഉത്തരവാദിത്വ ബോധമായിട്ട് നമ്മുടെ പുതിയ സർക്കാരാണ്, പുതിയ ആഭ്യന്തരമന്ത്രിയാണ്, പുതിയ ഭരണാധി നമ്മുടെ കേരള പോലീസൊക്കെ വളരെ ഉത്തരവാദിത്വവും ബോധവും വളരെ ഊർജ്ജസ്വലരായിട്ടുള്ളവരാണ്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരെ വിവാഹബന്ധം വേർപെടുത്താതെ അത്തരത്തിൽ കഴിയുന്നത് സ്വന്തം റൂമിൽ പോലും ഒരു സ്ത്രീയുടെ കൂടൊപ്പം കഴിയുന്നത് പോലും അവിടുന്ന് വിളിച്ച് തിരക്കി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവതി. ആ യുവതി ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇനിയും മറ്റുള്ള ഈ പുരുഷൻ ഇപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി മറ്റൊരു പുരുഷന്മാരുടെ പുറകെ പോയി അവരെയും കുടുംബം നാശോന്മുഖമാക്കാത്ത രീതിയിൽ വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും നാളെ ഇതേ കണക്കൊരു മറ്റൊരു യുവതിക്ക് ഇത്തരത്തിലൊരു ആപത്തുണ്ടാവാതിരിക്കുകയും വേണ്ട രീതിയിൽ നിയമപാലകർ അതിന്റെ വേണ്ട രീതിയിൽ തന്നെ എല്ലാം ചെയ്യണമെന്ന് അറിയിപ്പിക്കുന്നു. വളരെ വിഷമവും ദുഃഖവും ഉണ്ടായ ഒരു യുവതിയുടെ ഒരു കുടുംബമാണ് ഇല്ലാതായിരിക്കുന്നത്. ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെയാണ് നാടിന് നഷ്ടപ്പെട്ടത്. ജോലി ചെയ്ത് ഉത്തരവാദിത്ത ബോധമായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എങ്ങനെ ഇത്തരത്തിലൊരു പ്രണയത്തിന്റെ കെണി
കെണിയിൽപ്പെട്ടു എന്നതാണ് അറിയേണ്ടത്. ആ കെണിയിൽ നിന്ന് അദ്ദേഹം ജീവൻ ത്യജിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിന് ഇതിന് കൂട്ടുനിന്നവരെയും ഈ ജീവത്യാഗം ചെയ്യിപ്പിക്കാനുണ്ടായ കാരണക്കാരെവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിന് ശിക്ഷ മേടിച്ചു കൊടുക്കുകയും നാളെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ തന്നെ ഒരു കുടുംബം, ഇവിടെ അച്ഛനും ഒറ്റയ്ക്കാണ് ആ പെൺകുട്ടി താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ചെറിയൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവരുടെ കുടുംബക്കാരെല്ലാം ആകെ വിഷമത്തിലും ദുഃഖത്തിലുമാണ്. എന്തായാലും അതിനൊരു പരിഹാരം കാണട്ടെ. മലയാളി വാർത്ത, രാംഭദ്രൻ.